ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ എപ്പിസോഡ് നോക്കിയാലോ? എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നിധി സുധീഷിൻ്റെ കൂടെ വരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് വിചാരിക്കും? സുഭാഷ് ഏട്ടനോട് ഞാൻ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയതല്ലേ എന്നൊക്കെ നിധി പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അവരെന്ത് വിചാരിക്കാനാ, അവർക്ക് സന്തോഷമല്ലേ ഉള്ളൂ നീ വരുമ്പോൾ. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോവാണ്. കാറിൽ കയറി ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഇയാളല്ലല്ലോ അതിന് പിന്നിൽ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഏയ് ഞാനോ, നിനക്കെന്താ എപ്പോഴും സംശയമൊന്നും മാറിയില്ലേ? അവൾ സംശയിക്കുന്നതിനൊരു കാരണമുണ്ട്. കാരണം അവൻ്റെ ഒരു പതിവില്ലാത്ത ചിരിയും സന്തോഷവും ചൂളംവിളിയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഡൗട്ട് അടിക്കാതിരിക്കാൻ വയ്യല്ലോ. നിനക്ക് എന്നെ ഡൗട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് ഞാനൊരു വീട് കണ്ടെത്തി തരാം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതീവ സന്തോഷത്തോട് കൂടിയിട്ട് സുധീഷ് അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന അരീഷിനെയും നിതീഷിനെയും. വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നിതീഷ് ഏട്ടനെ വിളിക്കുന്നുണ്ട്. ഏട്ടത്തി എവിടെ ഏട്ടാ? അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിന്റെ എക്സാം എങ്ങനെയുണ്ട്? അവൻ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. അവൻ ഏട്ടത്തി എവിടെയെന്ന് അറിയണം. അതിനവൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഏട്ടത്തി ഇവിടെ പോകാൻ, അവൾ എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പോൾ നിതീഷ് ആണെങ്കിൽ അപ്പോൾ തന്നെ റൂം ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ബാഗും സാധനങ്ങളൊന്നും കാണുമ്പോൾ അവന് മനസ്സിലായി ഏട്ടത്തി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഏട്ടത്തി എന്തിനാ പോയത്? രാവിലെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞു? ഹരീഷിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഏട്ടനോട് ചൂടാവുന്നുണ്ട്. ഞങ്ങളോടും കൂടെ പറ, ഞങ്ങളും കൂടെ അറിയട്ടെ എന്താ കാരണം എന്ന്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് സുഭാഷ് ഏട്ടൻ നന്നായിട്ട് അറിയാം. സുഭാഷ് ഏട്ടൻ പറഞ്ഞു എന്താന്ന് ഹരീഷ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സുധീഷ് ഏട്ടൻ നിലത്താണ് കിടക്കുന്നത്, ഏടത്തി റൂമിലും. അപ്പോൾ എന്തോ കാരണം ഉണ്ടെന്ന് ഞങ്ങളോട് ആരും പറയാത്തതാണ്. സുഭാഷ് ഏട്ടൻ എല്ലാം അറിയാം. എന്താണ് കാരണം പറ സുഭാഷ് ഏട്ടാ. ഹരീഷ് ആണെങ്കിൽ വിടാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി സുഭാഷ് അവരോട് പറയാണ്, ഞാൻ പറയാം, നിങ്ങൾ വിഷമിക്കരുതെന്ന്. അപ്പോഴാണ് പുറത്ത് കാറിന്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ കാറിന്റെ ഉള്ളിൽ ആരാ? നമ്മുടെ സുധീഷും നിധിയും. അവന് ഭയങ്കര സന്തോഷം അവരെ കണ്ടപ്പോൾ. അപ്പം ഹരീഷിനാണെങ്കിൽ ഭയങ്കര ഡൗട്ട്. അവനിങ്ങനെ രണ്ടുപേരെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. അവരകത്തേക്ക് കയറി വന്നു. അവരെ കണ്ടപാടെ നിതീഷ് ചോദിക്കുന്നുണ്ട്, അടുത്ത് എവിടെ പോയത്? ഞാനങ്ങ് പേടിച്ചു പോയി. അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പുറത്തൊന്നും പോയില്ലല്ലോ. അപ്പം ഞാൻ ഇവളെയും കൂട്ടി ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവായിരുന്നു. സുധീഷ് അത് പറയുമ്പോൾ ഹരീഷിന് ഡൗട്ട് കൂടുക. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ തിരിച്ചു വന്നത്? നിങ്ങളെന്താ ഹണിമൂണിന് പോയില്ലേ? പുറത്തൊക്കെ എന്താ ചൂട്, അപ്പോൾ ചൂടെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് സുധീഷ്. നിതീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷം അവരെ കണ്ടപ്പോൾ. പക്ഷെ ഹരീഷിന് ഭയങ്കര ഡൗട്ടും സുഭാഷിനാണെങ്കിൽ ടെൻഷൻ. ഈ അകത്തേക്ക് പോയ സമയത്ത് തന്നെ നിതീഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്തോ ഞങ്ങളോട് പറയാൻ വന്നല്ലോ, എന്തോ വിഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്ക് സുഭാഷിന് പേടിയായി. ഏട്ടനെല്ലാം പറഞ്ഞു. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് നിങ്ങളോടൊന്നും പറയാതല്ലേ പോയത്, അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് വിഷമിച്ചാലോ എന്നാണ് ഏട്ടൻ ഉദ്ദേശം എന്നും പറഞ്ഞിട്ട് സുധീഷ് നികേഷിനെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ടും ഹരീഷിന് ഡൗട്ട് മാറുന്നില്ല. അങ്ങനെ ഹരീഷ് ഏട്ടനെ സുഭാഷ് ഏട്ടനെ വിളിക്കുന്നുണ്ട്, ഏട്ടൻ അവിടെ വന്നേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ നാക്കെടുത്ത കള്ളേ പറയുള്ളൂ, ആ കള്ളന് കഞ്ഞി വെച്ചവൻ അവരുടെ ഏട്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. സുഭാഷിനാണെങ്കിൽ അത് കേട്ടപ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. കൂടെ നിധി എന്താ ഇപ്പോൾ തിരിച്ചു വന്നേന്നുള്ള ഡൗട്ടും. പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ നിന്ന് വെള്ളം കുടിക്കുന്ന സുധീഷിനെയും സുഭാഷ് കൂടെ നിൽക്കുന്നതുമാണ്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവരോട് സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേനെ. അല്ല, എന്നിട്ട് അവൾ എന്താ തിരിച്ചു വന്നത്? വീട് കിട്ടിയില്ലേ? അപ്പോൾ സുധീഷ് അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും നിധി വരികയാണ്. അപ്പോൾ സുഭാഷ് നിധിയോട് ചോദിക്കാൻ, എന്ത് പറ്റി നിധി, നീ എന്താ തിരിച്ചു വന്നത്? അപ്പോൾ നിധി പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ അവിടേക്ക് പോകാൻ നിന്നതായിരുന്നു. പക്ഷെ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അവർ പറയുന്നത് വീടില്ല, വീട് തരാൻ പറ്റില്ല എന്നൊക്കെയാണ്. സിംഗിളായവർക്ക് വീട് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ്. പെട്ടെന്നാണ് അവർ തീരുമാനം മാറ്റിയത്. എനിക്കറിയില്ല ആരത് ചെയ്തതെന്ന്. നിധി അത് പറയുമ്പോൾ തന്നെ സുഭാഷിന് ഡൗട്ട് ഉണ്ട് സുധീഷിന്. എന്തിനാ മോളെ നീ ഇവിടുന്ന് പോകുന്നത്? ഇവൻ കാരണമാണ് നീ പോകുന്നത്. എന്തിനാ നീ ഇവനെ ആലോചിക്കുന്നത്? ഞങ്ങളെല്ലാവരും ഇല്ല ഇവിടെ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു അനിത്യമായിട്ട് നിന്നെ ഞങ്ങൾ കാണുള്ളൂ. ഇനി നിനക്ക് അത്രയും വിഷമമാണെങ്കിൽ ഞാൻ നിനക്കൊരു വീട് കണ്ടെത്തി തരാം. ഇതൊക്കെ കേട്ടിട്ട് സുധീഷിന് ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവൻ മനസ്സിൽ അങ്ങനെ പറയുന്നുണ്ട്, ഓ ഏട്ടനെല്ലാം കോളാക്കുന്നുള്ള രീതിക്ക് അവൻ അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, നീ അല്ല ഇതിൻ്റെ പിന്നിൽ നോക്കാം. അങ്ങനെ പിന്നെ സുധീഷ് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ ഏത് വീട് നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും പാര വെക്കും, അവളെ ഞാൻ അവിടെ ഇവിടെ നിൽക്കാനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ അതൊക്കെ മോശമല്ല, അവൾക്കൂടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ലടാ, അങ്ങനെയൊന്നും ചെയ്യരുത്. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവിടെ പോയിക്കോട്ടെ, നമ്മളെങ്ങനെ പിടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ബൈ.